കലാലയ ജീവിതം. അതെ, ഒരു ചെറു പുഞ്ചിരിയോടെ മാത്രം നമ്മൾ ഓർക്കുന്ന നമ്മുടെ കോളേജ് ഡേയ്സ്. ആർപ്പുവിളികളും അടിപിടികളും പ്രണയ സൗഹൃദങ്ങളും തമാശകളും ക്യാൻറ്റീൻ സൊറപറച്ചിലും ആഘോഷരാവുകളും യുവജനോത്സവങ്ങളും കമ്പൈൻ സ്റ്റഡിയും കോപ്പിയടിക്കലും അങ്ങനെ 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 നമ്മെ നാമാക്കിയ നമ്മുടെ കോളേജ് ഡേയ്സ്. ഒരു നിമിഷം കൊണ്ട് നമ്മെ ആ കോളേജ് വരാന്തയിൽ ഒരു 18കാരൻ്റെ ചുറുചുറുകൂടെ എത്തിക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ച നമ്മുടെ കോളേജ്. അങ്ങനെ ഒരു കലാലയ സൗഹൃദം ഇന്നും അതിൻ്റെ നിറവോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പറ്റം കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം. ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് തെറ്റി. നമ്മുടെ ഈ കൂട്ടുകാർ പഠിച്ചത് വിക്ടോറിയ കോളേജിലാണ്. ഈ കഥയിലെ കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. സലീം സാർ, വിക്ടോറിയ കോളേജിലെ യുവത്വത്തിന്റെ പ്രതീകം. എന്നിരുന്നാലും തൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം ജലജ ടീച്ചറിനോട് പറയാതെ പോയ നഷ്ടബോധം ഒരു മധുര നൊമ്പരമായി ഹൃദയത്തിന്റെ കോണിൽ അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു. ജലജ ടീച്ചർ, വിക്ടോറിയ കോളേജിലെ സുന്ദരിയായ മലയാളം അധ്യാപിക. തകഴിയുടെ കഥകളെയും നോവലുകളെയും ഏറെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ടീച്ചർ. രഞ്ജു, അന്നും ഇന്നും എന്നും പഞ്ചാരക്കൊട്ട. റനീഷ്, പടക്കം എന്ന വിളിപ്പേരിൽ പരക്കെ അറിയപ്പെടുന്ന കോളേജിലെ ഗജപ്പോക്കിരി. അജിത് സർ, കണിശക്കാരനും എന്നാൽ ലോലഹൃദയനുമായ കോളേജ് ചീഫ് കോർഡിനേറ്റർ. ഹരീഷ് സർ, വിക്ടോറിയയിലെ കുട്ടികളുടെ കായികക്ഷമതയ്ക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത കണിശക്കാരനായ PT മാസ്റ്റർ. ഫുട്ബോൾ തട്ടി കോളേജിൽ നിന്ന് തന്നെ തന്റെ പ്രീതമെ തട്ടിയെടുത്ത മഹാൻ. ജിമേഷ്, സൽസ്വഭാവിയെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തോന്നുമെങ്കിലും സകല തല്ലുകൊള്ളിത്തരവും കയ്യിലുള്ള ചോട്ടാ ഗാങ്സ്റ്റർ. അനു, വിക്ടോറിയ കോളേജിലെ സീനിയേഴ്സിന്റെ ഗ്യാങ് ലീഡർ. തല മുഴുവനും ആശയങ്ങളുമായി പുകഞ്ഞു നടക്കുന്ന കോമളൻ. രമേശ്, അപ്പോഴും ഇപ്പോഴും എല്ലായ്പ്പോഴും അഹിംസ ജീവിതചര്യയായി എടുത്ത കോളേജിലെ സ്വാമി, നമ്മുടെ സ്വന്തം കള്ളസ്വാമി അഥവാ ആത്മീയ ഗുരു. വിഷ്ണു മാഷ്, വിക്ടോറിയയിലെ കുട്ടികളെ സംഗീതത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന സംഗീതാധ്യാപകൻ. ഇപ്പോൾ അബുദാബിയിൽ നാദലയം സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക്കിലൂടെ ആബാലവൃദ്ധം ജനങ്ങളെ സംഗീതം അഭ്യസിപ്പിക്കുന്നു. ഇവരുടെ ഒപ്പം കോളേജിലെ തരുണീമണികളായി രാധ, പ്രിയങ്ക, സൗമ്യ പ്രേം, ദേവിക, സൗമ്യ ടീച്ചർ. സപ്പോർട്ടിംഗ് റോളുകളിൽ അശ്വിൻ, ശ്രീജിഷ, അഭി, മനസ്വിനി, ആദിത്യൻ, അനൂപ്, സലീമ, ജിസ്മി ആൻഡ് സ്വരമഞ്ജരി ഫാമിലി മെമ്പേഴ്സ്. ഹലോ, യെസ്, ഇമെയിൽ കിട്ടി. ഞാൻ ഓഫർ അയക്കാം കേട്ടോ. ഡെലിവറി ഇന്നോ? ലെറ്റ് മീ ട്രൈ. ഓക്കെ, ഞാൻ നോക്കട്ടെ, എന്തായാലും നോക്കിയിട്ട് പറയാം. ഓക്കെ, I'll try. ഓക്കെ. ഇവനൊക്കെ എവിടുത്തുകാരനാണ്? മുത്തപ്പ കത്രശ്ശി, ഇതേതാണ് അടുത്ത കുരിശ്. ഹലോ രമേശ്. അതെ രമേശ്, ഇത് ഞാനാണ്, സലിം ഇസ്മായിൽ. ഓർമ്മയുണ്ടോയെന്നറിയില്ല, വിക്ടോറിയ കോളേജിൽ പഠിപ്പിച്ചിരുന്ന. ഓ, സലീം സർ. യാ യെസ്. രമേശ് സുഖമല്ലേ? സുഖമാണ് സർ, വർഷങ്ങളായല്ലോ. രമേശ്, ഞാനിപ്പോൾ ദുബായിലുണ്ട്, എൻ്റെ മകളുടെ കൂടെയാണ്. ഓ, അതെയോ? രമേശ്, ഞാൻ വിളിച്ചത്, എനിക്കിപ്പോൾ
60 വയസ്സ് തികഞ്ഞു. പിന്നെ ഈ 60യുടെ ശിഷ്ടകാലം കഷ്ടകാലമാണെന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ. ആ, ഷഷ്ടിപൂർത്തി. ആ, ഷഷ്ടിപൂർത്തി, അതെ. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ മക്കളൊക്കെ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ രമേഷ് എന്തായാലും ഒന്ന് വരണം. ആ, ഓക്കെ സർ, ഷുവർ. പിന്നെ അന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് കുറച്ച് കൂട്ടുകാരൊക്കെ ഇല്ലേ? ആ, അതെ. അവരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരാമെങ്കിൽ ഇത് ജൂൺ 9-ാം തീയതിയാണ്. ഓ, ഓക്കെ സർ, ഞാൻ എല്ലാവരെയും കൂട്ടാം. താങ്ക് യു. സി യു. നൈസ് ടോക്കിംഗ് ടു യു. ബൈ ബൈ. എനിക്ക് എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞൊരു ഫെലൂഡ കഴിച്ചേ പറ്റൂ. ഫലൂദ കഴിച്ചു കഴിച്ചാൽ നീ ഇങ്ങനെ ആയത്. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഡാ, നീ ഫസ്റ്റ് ഇയർ അല്ലേ? എന്താണ് നിന്റെ മുടിക്ക് ഇത്ര നീളം? മര്യാദയ്ക്ക് നാളേക്ക് കട്ട് ചെയ്തുകൊണ്ട് വന്നോണം. നിന്റെ ഷോ ഒന്നും ഇവിടെ നടക്കില്ല. പോടാ, പോ. വിടളിയ പോട്ടെ, പാവാൻ തോന്നുന്നു. നോ നോ നോ, യുവമാരെ ഒന്നും ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. മോളയിലെ നുള്ളണം. സീനിയേഴ്സ് ആരാന്ന് യുവമാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എന്തേലും ചെയ്യും. ആ, നിങ്ങൾ അറിഞ്ഞില്ലേ ഇന്നലെ ക്യാൻറ്റീനിൽ സാമ്പാറിൽ ആർക്കോ പാറ്റ കിട്ടിയ കാര്യം? അത് സമരം വേണം, സമരം തന്നെ വേണം. അവനെ ഞാൻ പണ്ടേ നോട്ടം ഇട്ടതാ. രണ്ടെണ്ണം പൊട്ടിച്ചാലോ? ആ, അതെ, നിങ്ങൾക്ക് ഈ കോളേജ് അന്തരീക്ഷമൊക്കെ ഇഷ്ടമായോ? ഓക്കെ, കോളേജ് നല്ല ഇഷ്ടമായി. നല്ല ഫ്രീഡം, നല്ല ടീച്ചേഴ്സ്, പിന്നെ നല്ല ചുള്ളന്മാരും. അതെ, ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കേണ്ടത്. പെട്ടെന്ന് വാ, സലീം സാർ ഇപ്പൊ എത്തും ക്ലാസ്സിൽ. അളിയാ, ആ ചുരിദാറിട്ട കുട്ടിയെ കണ്ടോ? ദേവിക യെസ്. അന്ന് എനിക്കങ്ങനെ അറിയാം. എന്താടാ? ഏയ് ഒന്നുമില്ല. പറഞ്ഞോ? എടാ, അതെ, എനിക്ക് ആ പെങ്കൊച്ചിന് ഭയങ്കര ഇഷ്ടമായി. വല്ല സീനിയേഴ്സും കൊത്തിക്കൊണ്ടുവന്നതിന് മുമ്പ് നീ എങ്ങനെയെങ്കിലും സെറ്റാക്കിത്താ. അതും പോയി. ഡോൺ വറി അളിയാ, ഞാൻ ഉണ്ട് കൂടെ, നമുക്ക് സെറ്റാക്കാം. താങ്ക് യു അളിയാ, നീയാണ് യഥാർത്ഥ സുഹൃത്ത്. ഉച്ചയ്ക്ക് ശേഷം ലൈബ്രറി പോകണം, നമുക്കൊരു ബുക്ക് നോക്കാം. ഓക്കെ പോവാം. എടാ, ഇപ്പോൾ സലീം സാറിന് ക്ലാസ് ഉണ്ട്, നമുക്കൊന്ന് കയറിയാലോ? സാറിൻ്റെ ആണോ? ആ. ഞാൻ വിചാരിച്ച ടീച്ചർ. വാ. എന്താ ടൈമിംഗ് അല്ലേ? പെർഫെക്റ്റ് ടൈമിംഗ് അളിയാ. നീ ഒരു കാര്യം ചെയ്യ്, ചെല്ല് ഇപ്പൊ ചെന്ന് പറയണം. ഇപ്പൊ വേണം. പോടാ. ശരിയാവില്ല. ഇപ്പൊ പോയാൽ ശരിയാവില്ല. ഇപ്പൊ തന്നെ പോണം. ഇപ്പൊ തന്നെ പോയി പറഞ്ഞാലേ ശരിയാവും. എടാ, അത് വേണം. ഇപ്പൊ വേണ്ട. സീനിയേഴ്സും കുത്തിക്കൊണ്ടുപോകും. മറ്റേത് ഞാൻ നോക്കിക്കോളടാ. ദേവിക എസ് അല്ലേ? അതെ, ഞാൻ ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസിലാ. നമ്മൾ ഒരേ ക്ലാസ്സിലാ. എനിക്കറിയാം. സൗമ്യ പി അല്ലേ? അതെ, ഞാൻ രഞ്ജു, നമ്മളൊരു ക്ലാസ്സിലാ. ഞാൻ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, സത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസിലാ. ഇന്ന് രാവിലെ സലീം സാറിന്റെ ക്ലാസ്സിൽ ഒരു തമാശ പറഞ്ഞ് എല്ലാവരും ചിരിച്ചില്ലേ? അത് ഞാൻ പറഞ്ഞ തമാശയാ.
ദേവിക, സൗമ്യ, ബുക്ക് എടുത്തു കഴിഞ്ഞാ? വർത്താനം പറയാനുള്ള സമയമില്ല, നമുക്ക് പോകാം. വാ, വേഗം വാ. പോവാം. പോയടാ പോയി. പോയടാ. അവൾക്ക് വരാൻ കണ്ട സമയം. ടീച്ചർ, ഒരു കാര്യം ചോദിക്കട്ടെ? ഒരു ജനറൽ ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഷേക്സ്പിയറിനാണ് കീറ്റ്സിനാണ് കൂടുതൽ പ്രാധാന്യം? രണ്ടുപേർക്കും പ്രാധാന്യമുണ്ട്. ആ, സാഹിത്യം, രചന, കവിത എന്നിവ കൊണ്ട് പ്രശസ്തനായത് ഷേക്സ്പിയർ ആണ്. ആ, അതെയാ? ഹലോ ടീച്ചറെ. അപ്പൊ ടീച്ചറെ, ഞാനെന്നാ അങ്ങോട്ട് പോകാം. ആയിക്കോട്ടെ. ടീച്ചറെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണു. അതെയാ? അപ്പോൾ ടീച്ചർ ഒരുപാട് ബുക്സൊക്കെ വായിക്കാമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. വായിക്കാറുണ്ട്. ടീച്ചർക്ക് ഈ തകഴിയുടെ ബുക്സൊക്കെ വളരെ ഇഷ്ടമാണ്? വളരെ ഇഷ്ടമാണ്. തകഴിയുടെ ഭാര്യയുടെ പേരെന്താ? കാത്താന്ന്. കാത്ത. ടീച്ചറെ എപ്പോഴും കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ കാത്ത എന്ന പേര് ടീച്ചർക്ക് ശരിക്കും യോജിക്കുമെന്ന്. പിന്നെ ടീച്ചറെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. പറയട്ടോ? ശരിക്കും പറയട്ടോ? പിന്നെ സാർ ഇവിടെ നിൽക്കുവാണോ? സാറേ, പിള്ളേരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രാക്ടീസ് തുടങ്ങണ്ടേ? ഓക്കെ, പിന്നെ സംസാരിക്കാം ടീച്ചറെ. ഓക്കെ, ശരി എന്നാ. ഓക്കെ. അതെ, കുറെ നേരമായി അവർ പിന്നാലെ തന്നെ വരുന്നുണ്ട്. എത്ര നേരമായി വരുന്നത്? എടാ, ഫുൾ ടൈം പെൺപിള്ളേർ പിന്നാലെയാണല്ലോ. സീരിയസ്. നിങ്ങൾ ഫസ്റ്റ് ഇയർ അല്ലേ? നീയൊക്കെ പെൺപിള്ളേരെ ശല്യപ്പെടുത്തുന്നത്? ഞങ്ങളൊരു ക്ലാസ്സിലാ. ആണോടി? ഞങ്ങൾക്കറിയില്ല. എന്താ കള്ളം പറയുന്നത്? ഇല്ലേട്ടാ. പിന്നെ എന്തേട്ടാ മേത്തോട്ടേട്ടാ? എന്ത് മേത്തോട്ട് വിളിക്കല്ലേട്ടാ? അടങ്ങി കളിച്ചോണം. ഇടിച്ച് നിന്നെ സാറിന് അറിയില്ല. സാറിന് ഇവന്മാരാ. നമുക്കിവിടെ പല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സാരമില്ല, അതൊക്കെ ഈ പ്രായത്തിൽ ഇതൊക്കെ ഉള്ളതാണ്. സാരമില്ല, ഓക്കെ, മനസ്സിലായി. ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഓക്കെ, പ്ലീസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഓക്കെ. പിന്നെ നമ്മുടെ കുട്ടികളുടെ പാട്ട് അത് നമുക്ക് ശരിയാക്കി എടുക്കാം. എൻ്റെ സുഹൃത്തിൻ്റെ മകൻ വിഷ്ണു സംഗീത കോളേജിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. നമ്മുടെ കുട്ടികൾക്ക് അപ്പോൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് കിട്ടിക്കോളും.
പയർ അനൂപിനും തന്നെ വിളിച്ചു തുടങ്ങാം. സിമിയോട് പറഞ്ഞതാ നേരത്തെ അലാം വെക്കരുതെന്ന്. ആരെ വിളിക്കുമെന്ന് തോന്നുന്നല്ലോ. രമേശാണല്ലോ. ആ രമേശേ. ആ അനൂപേ, ഉറക്കാണോ? അല്ലല്ല, വർക്ക് ഫ്രം ഹോം ആണ്. ആ നമ്മുടെ സലീം സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിക്ടോറിയല്ലേ. ഓഹോ, എന്നിട്ട്? സാർ ഇപ്പോൾ ദുബായിലുണ്ട്. ഓക്കെ. ഷഷ്ടിപൂർത്തി ആഘോഷിക്കാനായിട്ട് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന ജൂൺ 9 നീ രഞ്ജുവിനെയും ബാക്കി എല്ലാവരെയും ഒന്ന് വിളിക്ക്. രഞ്ജുനെ നമുക്ക് വിളിക്കാം. പെൺകുട്ടികളുടെ എല്ലാവരുടെയും നമ്പർ അവൻ്റെ കാണും. ജൂൺ 9 അല്ലേ? ഇപ്പോൾ സൺഡേ ആണല്ലോ. അപ്പോൾ ഓക്കെ അനുവേ, അപ്പോൾ ശരി, ഡ്യൂട്ടി നടക്കട്ടെ. സിമി, ശ്രീ, ഇന്നലെ ബോസ് പറഞ്ഞ എക്സിക്യൂട്ടീവ് സ്കെഡ്യൂൾ ചെയ്തായിരുന്നോ? അല്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടെ ഓരോരുത്തന്മാർ വായി നോക്കി ഇരിപ്പുണ്ട് നമ്മളൊന്ന് പറയുന്നത് അറിയാനായിട്ട്. പിന്നെ ഈ പിങ്ക് ചുരിദാർ നന്നായിട്ടുണ്ട്. പിന്നെ വൈകിട്ട് എന്താ പരിപാടി? ഫ്രീ ആണോ? വീണ്ടും ഹലോ. ഹലോ രഞ്ജു. ആ പറഞ്ഞോ. സുഖമല്ലേ? പിന്നെ സുഖം. നമ്മുടെ സലീം സാർ വിളിച്ചിരുന്നു. വിക്ടോറിയ കോളേജ് നമ്മളെ പഠിപ്പിച്ച. ആഹാ, അതെ, സാറിന്റെ 60ാമത്തെ പിറന്നാള്. ആഹാ, കൊള്ളാലോ. ഈ വരുന്ന ജൂൺ 9. പിന്നെ നീ മസ്റ്റായിട്ട് ഉണ്ടാവണം. ആ ഓക്കെ, ജൂൺ 9 സൺഡേ. അന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ. ആ നോക്കാം, എങ്ങനെയും ഒന്ന് സെറ്റാക്കാം. പിന്നെ നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ച ആ സൗമ്യ, രാധ, പ്രിയ, ദേവിക, ഇവരെല്ലാം നീ വിളിക്കണം. ആ പിള്ളേരുടെ നമ്പരൊന്നും നിന്റെ ഉണ്ടാവില്ലെന്ന് അറിയാം. ഉണ്ട് കുറച്ചൊക്കെ. ഓക്കേടാ, ഞാൻ ഡ്യൂട്ടിയില്ല, പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ, എന്നാ കാണാം. ശരി. സൗമ്യ, നീ എന്തായാലും വരുന്നുണ്ടല്ലോ അല്ലേ? ഇത്തിരി പാടാണ്, കുട്ടികളുടെ എക്സാം നടക്കുന്ന സമയമല്ലേ. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തതാണ്. സലീം സാറിനെ വർഷങ്ങൾക്ക് ശേഷം കാണുകയല്ലേ. അതെ അതെ, നമുക്ക് എല്ലാവരുമായി കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് പോകാം. അതെ, അങ്ങനെ ചെയ്യാം. സൗമ്യ, നിനക്ക് ഓർമ്മയില്ലേ നമ്മളെ കെമിസ്ട്രി പഠിപ്പിച്ച ജലജ ടീച്ചറിനെ? പിന്നെ നമ്മുടെ സലീം സാറിൻ്റെ. അതെ, ടീച്ചർ ഇപ്പോൾ ഇവിടെ അബുദാബിയിലുണ്ട് മോളുടെ കൂടെ. അതെയോ? അത് ശരി, ഓക്കെ. മോൾ പൂജ എൻ്റെ കൊളീഗിൻ്റെ ഫ്രണ്ടാണ്. ഒരിക്കൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നതും ഞാൻ സംസാരിച്ചിരുന്നു. ടീച്ചർ ഇപ്പോഴും പഴയ കണക്ക് തന്നെ സുന്ദരിയായിട്ടിരിക്കുന്നു. അതെയോ? എങ്കിൽ നമുക്ക് ടീച്ചറെ കൂടെ കൂട്ടിയാലോ? സലീം സാറിന് ഒരു ഇടിവെട്ട് സർപ്രൈസ്. അതെ അതെ, അടിപൊളിയായിരിക്കും. പക്ഷെ ടീച്ചർ വരുമോയെന്നറിയില്ല. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, ടീച്ചർ വരും. ഓക്കെ, ഞാൻ എന്തായാലും നോക്കാം.
നിനിസ നിസ ഗസ നിനിസ നിനിസ ഗഗസ ലാ 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 വാ 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 ദേവദൂത പാടി സ്നേഹദൂത പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ ദേവദൂത പാടി സ്നേഹദൂത പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ നിസ ഗസ നിനിസ നിനിസ ഗഗസ നിസ നിസ ഗസ നിനിസ നിസ ഗഗസ നിസ നിസ ഗസ നിനിസ നിസ ഗഗസ നിസ നിസ ഗസ ദേവദൂത പാടി സ്നേഹദൂത പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ പണ്ട് മഹാധ്യായം തുടക്കമായെന്ന് ഇത് കേട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് തീഞ്ഞായി തൂവും വന്ദിച്ചാറ് കോപം കൊണ്ടാകമേ നൊന്താൽ വേറാരും വേണ്ടിയില്ലെന്നാറ് ആഹാർമാദം ആർക്കും മന്മാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. പ്രിയപ്പെട്ട കുട്ടികളെ, സുഹൃത്തുക്കളെ, ടീച്ചർ, വിഷ്ണുമാഷ്, നിങ്ങളെയൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ദുബൈയിലെത്തിയപ്പോൾ ജൂൺ 9 എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു ആഗ്രഹം ഞാൻ മോളോട് പറയുകയും അതിന് ഇങ്ങനെയൊരു വേദി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇങ്ങനെയൊരു വേദി ഉണ്ടായതിൽ വളരെ വളരെ സന്തോഷം. ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട് വൺസ് അഗെയിൻ ഐ താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഉരുകട്ടെ മെഴുക് വളരട്ടെ വയസ്സ് എണ്ണിൽ തളര് മുടിതട്ടാ മുഖമേ ഇരുകണ്ണിനഴകേ പുരുഷത്വത്തികവേ പലകാലം നീ വാഴ് കടലും കരയും ഇന്നിളക്കമല്ലേ സമയം നിലയ്ക്കുവാനൊരുക്കമല്ലേ ഇത് നിൻ സുദിനമല്ലേ. അണ്ണ എനിക്കണ്ണ പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മന്മാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. എന്തായാലും ഇങ്ങനെ ദുബൈയിൽ വെച്ച് നമുക്ക് കാണാൻ പറ്റി, വലിയൊരു സന്തോഷമാണ് എനിക്ക്. മോളെ കാത്തേ, എൻ്റെ ഫോണിങ് എടുത്തേ. കാത്തേന്നാണോ പേര് മോളുടെ? ആ, കാത്തേന്നാ. ജിസ്മി എന്നാണ് ശരിക്കുള്ള പേര്. പിന്നെ ഞാൻ ഓമനത്വത്തോടുകൂടി വിളിക്കുന്നത് കാത്തേ. ഒരു കാറ്റൻ പൂങ്കവിൽ തഴുകും പ്രിയമാ സന്ദേശവുമണയും ഒരു ചെപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടുമാശകൾ കാണുവാൻ മോഹമായി പൂവിന്റെ മാറിലെ മധുവ
മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറി പാറി എന്നും നിന്റെ കനമുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര തന്നനനനനന തന്നനനനന ശ്രീരാഗം. ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണ്. ഒന്ന് കാണാൻ, ഒപ്പം നടക്കാൻ, കൊതി തീരാതെ സംസാരിക്കാൻ. ഓരോ മനുഷ്യനും അവൻ്റേത് മാത്രമായ ചില രഹസ്യ നൊമ്പരങ്ങളുണ്ട്. അത് മറ്റാരും അറിയുന്നില്ല. അവർക്കിടയിൽ ഉണ്ടായിരുന്നത് നിശബ്ദതയുടെ ഒരു സ്നേഹസാഗരമായിരുന്നു. കാലം മായ്ക്കാത്ത അക്ഷരങ്ങളിൽ മനസ്സിൽ കാർന്നുവെച്ച ആ പേരുകൾ ഇന്നും മായാതെ ഒരു കനലായി നിലനിൽക്കുന്നു. ഓരോ മഴത്തുള്ളിയും ഉള്ളിലെ ആ കനലിൽ വീഴുമ്പോൾ കനൽ തണുക്കുകയാണോ അതോ മഴത്തുള്ളിക്ക് പൊള്ളുകയാണോ?